മുടി വല്ലാണ്ട് കൊഴിയുന്നു, വല്ലാണ്ട് ക്ഷീണം തോന്നുന്നു, അമിതമായ വണ്ണം വെച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിൽ വരുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് പലപ്പോഴും തൈറോയിഡ് ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഫിസിഷ്യനെ ഒരാൾ സമീപിക്കുക. ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഫംഗ്ഷനിങ്ങിന്റെ അപാകത കൊണ്ട് ഉണ്ടാവുന്ന രണ്ട് കണ്ടീഷൻസ്. പൊണ്ണത്തടിയുള്ള കേസസിൽ പലപ്പോഴും ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്ന റീസൺ. തൈറോയിഡ് ഹോർമോൺസിന്റെ അളവിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ട് അറിയാൻ പറ്റുകയും ചെയ്യും. ചില ആൾക്കാർക്ക് ഒരു കിതപ്പായിരിക്കും, ഇപ്പൊ ചെറുതായിട്ട് ജോലി ചെയ്യുമ്പോൾ ക്ഷീണം വരിക, ശ്വാസം മുട്ടൽ പോലത്തെ ഒരു തോന്നല്, ഇതെല്ലാം ഉണ്ടാവാം. ഹൈപ്പോതൈറോയിഡിസത്തിൽ എപ്പോഴും ഉറക്കം കൂടുതലായിട്ട് തോന്നും, പതുക്കെ പതുക്കെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്, ആമാശയത്തിന്റെ ആക്ടിവിറ്റി ഭയങ്കര സ്ലോ ആയിരിക്കും, അപ്പൊ ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കില്ല. ഹൈപ്പോതൈറോയിഡിസത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ സെറ്റ് ബാക്ക് ആണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഹൈപ്പോതൈറോയിഡിസം ഒരാൾക്ക് വരുന്നത്? നമ്മുടെ ബോഡിയിലെ സെൽസ് തന്നെ തൈറോയ്ഡ് സെൽസിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് അതിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിച്ച് അങ്ങനെ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഒരു അഭാവം ശരീരത്തിൽ വന്നു ചേരുക. നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത വീണ്ടും കൂടുകയാണ്. പിന്നെ ചില മെഡിസിൻസിന്റെ യൂസേജ്, യൂഷ്വലി ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പത്തിയിൽ മെഡിസിൻസിനെ തന്നെ റിസോർട്ട് ചെയ്യുക. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ട് നോർമൽ ഫംഗ്ഷനിങ്ങിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്.